ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ടെലിവിഷനിലും പത്രത്തിലും മാത്രമാണ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. അങ്ങനെ ടി വിയിലും പത്രത്തിലും കണ്ട് വലിയ കൗതുകമുള്ള ഈ അത്താഘോഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായത് ഒരു വലിയ സന്തോഷമായി ഞാൻ കണക്കാക്കുകയാണ്. വെയിൽ മൂത്തുകൊണ്ടിരിക്കുകയാണ്. നീണ്ട പ്രസംഗത്തിനുള്ള ഒരു അവസരമല്ല ഇത്. കേരളത്തിൽ മലയാളികളുടെ എല്ലാവരുടെയും ഏറ്റവും ജനകീയമായ ഒരാഘോഷമാണ് തുല്യതയുടെ സമത്വത്തിൻ്റെ ആഘോഷമാണ് ഓണം. ഓണത്തിൻ്റെ വിളംബരം ഇവിടെ ഈ തൃപ്പൂണിത്തറയിൽ നിന്നാണ്. അത്താഘോഷത്തോടെ, അത്തച്ചമയ ഘോഷയാത്രയോടെ ഓണം വരവായി എന്ന് തൃപ്പൂണിത്തറ കേരളത്തെ മുഴുവൻ അറിയിക്കുകയാണ്. ഈ ആഘോഷ പരിപാടികൾ വളരെ ഗംഭീരമായി തന്നെ സംഘാടകർ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓണം സമത്വത്തിൻ്റെ, സമഭാവനയുടെ ആശയത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. എത്ര ചവിട്ടിത്താഴ്ത്തിയാലും സമത്വ ദർശനം ഏത് പാതാളത്തിൽ നിന്നാണെങ്കിലും ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും എന്ന ആശയമാണ്, എന്ന ഐതിഹ്യമാണ് ഓണം മുന്നോട്ട് വയ്ക്കുന്നത്. ചവിട്ടിത്താഴ്ത്തിയതിൻ്റെ ആഘോഷമല്ല, ചവിട്ടിത്താഴ്ത്തിയതിനെ അതിജീവിക്കുന്നതിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കൂടി ആശയമാണ്, ആഘോഷമാണ് ഓണം എന്നത്. മറിച്ചൊക്കെ വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും അതെല്ലാം മലയാളികൾ തള്ളിക്കളഞ്ഞു എന്നതും ഈ സന്ദർഭത്തിൽ അഭിമാനത്തോടെ നാം ഓർമ്മിക്കേണ്ടതാണ്. ഒരു തരത്തിലുള്ള വ്യത്യാസവുമില്ലാതെ മനുഷ്യരെ മുഴുവൻ ഒന്നായി കാണുന്ന ഇതുപോലൊരാഘോഷം ഇന്ത്യയിൽ, കേരളത്തിലല്ലാതെ മറ്റൊരിടത്തുമില്ല എന്നതും നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത്തവണ മഹാബലിയുടെ ചക്രവർത്തിയെ സമത്വത്തിൻ്റെ ചക്രവർത്തി മാത്രമായിട്ടല്ല സർക്കാർ കാണുന്നത്. ഇപ്രാവശ്യം മഹാബലി ചക്രവർത്തിയെ വൃത്തിയുടെ ചക്രവർത്തിയായിട്ട് കൂടിയാണ് സർക്കാർ കാണുന്നത്. വൃത്തിയുടെ ചക്രവർത്തിയായി മഹാബലിയെ അവതരിപ്പിക്കുന്ന ലോഗോ, ഹരിത ഓണം എന്ന ആശയത്തെ മുൻനിർത്തിയുള്ള ലോഗോ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ് പ്രകാശനം ചെയ്തത്. ഓണാഘോഷങ്ങൾ മുഴുവൻ ഹരിത ചട്ടം പാലിച്ചുകൊണ്ട്, പരിസര മലിനീകരണത്തിനിടയാക്കാതെ, പ്ലാസ്റ്റിക്കിനെ നിശേഷം ഒഴിവാക്കിക്കൊണ്ട് നടത്തുന്നതിൻ്റെ കൂടി വിളംബരമായി ഈ ഓണാഘോഷം, തൃപ്പൂണിത്തറയിൽ അത്താഘോഷം മാറണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാനിവിടെ വന്നപ്പോൾ സൂക്ഷ്മമായിട്ടൊക്കെ നോക്കി. പൊതുവിൽ സംഘാടകർ അക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിലും ഒരു സൂക്ഷ്മതക്കുറവ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നിശേഷം പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കുന്നതിനൊരു സൂക്ഷ്മതക്കുറവ് ഉണ്ടായിട്ടുണ്ട്. അത് സംഘാടകരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. 2 പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടായിരുന്നു. MLA അതെന്താണെന്ന നട്ടിൽ ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 2 പ്ലാസ്റ്റിക് കുപ്പികൾ ഇവിടെ വെച്ചിരുന്നു, അതുകൂടി ഒഴിവാക്കേണ്ടതായിരുന്നു. അപ്പോൾ മാലിന്യമുക്ത നവകേരളം എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കണം. ഇപ്രാവശ്യത്തെ ഓണം കേരളത്തിലാകെ ഹരിത ഓണമായിട്ടാണ് ആഘോഷിക്കേണ്ടത്. ഹരിത ഓണത്തിൻ്റെ മികച്ച മാതൃക ഇവിടെ നിന്ന് തന്നെ നമുക്ക് സൃഷ്ടിക്കാം. മഹാബലിയെ വൃത്തിയുടെ ചക്രവർത്തിയായി കൂടി നമുക്ക് ആഘോഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അത്താശംസകളും ഓണ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും.